ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ആളുകൾ കണ്ട ഒരു വളരെ നല്ല വീഡിയോ ഉണ്ടായിരുന്നു. എറണാകുളം പട്ടിമറ്റം സ്വദേശി മുകുന്ദൻ ചേട്ടൻ ഉണ്ടാക്കിയ ചെടിച്ചട്ടി, ആമ്പൽക്കുളം എന്നിവയുടെ വീഡിയോ. അപ്പോൾ അത് വളരെ നല്ല രസമായിരുന്നു അത് കാണാൻ. അപ്പോൾ ആ ചേട്ടൻ്റെ മെത്തേഡ് കടമെടുത്തുകൊണ്ട് നമ്മളും ഒന്ന് ട്രൈ ചെയ്യുകയാണ്. പഞ്ചറായ ഒരു കാറിൻ്റെ ടയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉഗ്രൻ ചെടിച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഈ ടയറിൻ്റെ സർക്കംഫറൻസ് സ്കെയിൽ വെച്ച് മൊത്തത്തിൽ അളന്നിട്ട് നമ്മളത് ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ മാർക്കർ പെൻ കൊണ്ട് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് 1 ഇഞ്ച് ഷാർപ്പായിട്ടുള്ള നൈഫ്, കട്ടിംഗ് നൈഫ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ വളരെയധികം സൂക്ഷിക്കാനുണ്ട്. കാരണം കൈ മുറിയാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചുള്ള ഒരു പരിചയം ഉള്ളതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ടയർ നമുക്ക് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കുന്നത് വലിയൊരു പാടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഈ പാസഞ്ചർ ഓട്ടോയിലൊക്കെ ഉപയോഗിക്കുന്ന മാറ്റാണ്, ഒരു റബ്ബർ മെറ്റീരിയലാണ്. അത് നമ്മൾ ആ ടയറിൻ്റെ ആ ഗ്യാപ്പുള്ള ഭാഗം കവർ ചെയ്യാൻ വേണ്ടി കറക്റ്റ് റേഡിയസ് മെഷർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ റൗണ്ട് അതിൻ്റെ അകത്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാനാണ് നമ്മുടെ പ്ലാന്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു ചെടിച്ചട്ടി ആക്കാൻ വേണ്ടിയിട്ടാണ്. ആമ്പൽക്കുളമോ താമരക്കുളമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര ഒരു ടൈറ്റ് സീലിങ്ങോ പുട്ടിയോ ഒന്നും ഇട്ട് കവർ ചെയ്യേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് തുളയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ ടയർ പഞ്ചറായത്. അപ്പോൾ ആ പഞ്ചർ ഒട്ടിച്ചപ്പോൾ അവർ വെച്ചിരുന്ന ആ ഒരു മെറ്റീരിയൽ കുറച്ച് നീണ്ടു നിൽപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഈ ടയറിൻ്റെ കട്ട് ചെയ്തെടുത്ത് ഈ ഭാഗം നമുക്ക് അതിൻ്റെ ബേസ്മെൻറ്റിൽ വെച്ച് ഫിക്സ് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു മൾട്ടിവുഡിൻ്റെ പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റാൻഡ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റേഡിയസ് ഇതുപോലെ മെഷർ ചെയ്തിട്ട് ഈ മൾട്ടിവുഡിലേക്ക് റൗണ്ട് വരച്ചെടുത്തിട്ട് മൾട്ടിവുഡ് കട്ട് ചെയ്തെടുക്കാം. ടയറിൻ്റെ ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്തൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ പോർഷനും ജസ്റ്റ് കട്ട് ചെയ്ത്, എന്നാലും അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടിരിക്കത്തുള്ളൂ. ആ എഡ്ജ് കുറച്ച് ടേപ്പറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഷാർപ്പ് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തൊരു ലെവലാക്കിയിട്ട് ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കാനാണ് നമ്മുടെ പരിപാടി. മൾട്ടിവുഡ് കൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ബേസ്മെൻറ്റ് ഇതുപോലെ ഈ ഭാഗത്ത് നന്നായിട്ട് ഫ്ലഷ് ക്യൂക്ക് തേച്ച് കൊടുത്തിട്ട് അവിടെ ഇറക്കി വെച്ച് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ താമര ചെടിച്ചട്ടിയുടെ ബേസ്മെൻറ്റിൽ വരുന്ന ഇലയുടെ പോർഷനാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഈ ഭാഗത്തായിട്ട് ആണി കയറി ഒരു പഞ്ചറും കൂടെ ഉണ്ടായിരുന്നു.
നമ്മുടെ ഈ ചെടിച്ചട്ടി മണ്ണിൽ വെക്കുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡ് പോലെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഏകദേശം നമ്മളുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ പെയിൻ്റ് അടിച്ചെടുക്കണം. അതിൻ്റെ ആ താമരയുടെ മൊട്ട് പോലെ വരുന്ന ഭാഗത്ത് നമ്മൾ ഓറഞ്ച് കളറും മറ്റേ ബേസ്മെൻറ്റിൽ വരുന്ന ഇലയ്ക്ക് പച്ച കളറും അടിച്ച് നമുക്കത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താമര ചെടിച്ചട്ടിയുടെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല വാട്ടർ സീലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് വെള്ളം നിറച്ച് കഴിഞ്ഞാലും ലീക്കൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് വേണമെങ്കിൽ താമരയോ ആമ്പലോ ഒക്കെ നടാം. പക്ഷേ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് പെട്ടെന്ന് ചെടി നടാൻ വേണ്ടിയിട്ട് വൈഫ് തന്നെയാണ് ഇത് തുളയ്ക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വൈഫ് അത് തുളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മണ്ണും ചകിരിയൊക്കെ നിറച്ച് അതിൻ്റെ അകത്ത് ചെടി നടാൻ പോവുകയാണേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ പ്രചോദനമായത് മുകുന്ദൻ ചേട്ടനാണ്. അപ്പം മുകുന്ദൻ ചേട്ടനോടുള്ള നന്ദിയും കൂടെ ഈ വീഡിയോയിൽ പറയുന്നു. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രസമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക്